ജിത്തു ആണ് അമ്മയോട് ആ സന്തോഷവാർത്ത അറിയിച്ചത്. ആ വീട്ടിൽ പിന്നെ അങ്ങോട്ട് ആഘോഷമായിരുന്നു. എല്ലാം കണ്ട് ദീപകിൻ്റെ മനസ്സ് ഏറെ വേദനിച്ചു. കൈവിട്ടുപോയ സൗഭാഗ്യത്തെപ്പറ്റി അവൻ ദുഃഖത്തോടെ എപ്പോഴും ആലോചിക്കും. ദീപു ആ റൂമിൽ ആലോചിച്ചു കിടക്കുന്ന ദീപകിൻ്റെ അടുത്തായി ബെഡിലിരുന്നു കൊണ്ട് ജിത്തു വിളിച്ചു. അവൻ്റെ വിളി കേട്ട് ദീപക് ചാടി എണീറ്റു. പറയടാ. ദീപകിൻ്റെ മുഖത്ത് വിഷാദം ജിത്തുവിന് മനസ്സിലായി. അവൻ്റെ അവശത അവനിൽ വേദനയുണ്ടാക്കിയെങ്കിലും അതിൻ്റെ കാരണം ഓർക്കുമ്പോൾ ജിത്തു ആ വേദന കണ്ടില്ലെന്ന് നടിക്കും. നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയാം. നോക്ക്, ഇപ്പോൾ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന സമയമാണ്. നിന്റെ മനസ്സിലുള്ള സ്നേഹമോ ഒരു കോപ്പും അവൾക്കില്ല നിന്നോട്. അവളുടെ ഓരോ അണുവിലും അവളുടെ ജിത്തുവേട്ടനാണ്. അവളെ നീ മറക്കണം, മറന്നേ പറ്റൂ. ജിത്തു ഏറ്റവും ഗൗരവത്തോടെ പറഞ്ഞു. ജിത്തുവിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ ദീപക് വല്ലാതെ പതറിപ്പോയി. അവൻ തന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആത്മജയെ മറക്കാൻ തനിക്ക് ഒരിക്കലും കഴിയില്ല. എന്നാൽ ആ ഓർമ്മയിൽ ഒരിക്കലും അവളെ തെറ്റിയ ഒരു നോട്ടം കൊണ്ടുപോലും അശുദ്ധമാക്കിയില്ല. ജിത്തു, സോറിടാ. ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകുക. ഇനിയുള്ള ജീവിതം അച്ഛനെയും അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടി കൂടി ജീവിക്കാൻ തീരുമാനിച്ചു. അവരെന്നെ ഒരുപാട് ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യണം. ഇനി തൻ്റെ അവർക്കൊപ്പം തന്നെ മതി. ദീപക് ബാഗെടുത്ത് ബെഡിലേക്ക് വെച്ചിട്ട് ജിത്തുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ്റെ ദുഃഖങ്ങൾ മൊത്തം കണ്ണീരായി താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. നന്നായി, ജിത്തു അവനെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു. ജിത്തു, എനിക്കൊരു സഹായം ചെയ്യേ. ദീപക് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചോദിച്ചു. എന്താടാ, പറ. ജിത്തു അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ആത്മജയോട് ഒന്ന് സംസാരിക്കണം, ദീപക് മടിയോടെ പറഞ്ഞു. അതിനെന്താ, ഞാൻ വിളിച്ചു വിടാം. ജിത്തു ദീപകിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ ചിരിയോടെ പറഞ്ഞു. താങ്ക്സ് എടാ. ദീപക് അവനെ വീണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു. പോടാ, ഞാൻ വിടാം. അവനെ മാറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജിത്തു, നിന്നോട് എനിക്ക് അസൂയയാണ്. ദീപക് ജിത്തുവിനു നേരെ ഗൗരവത്തിൽ പറഞ്ഞു. ജിത്തു അവനെ സംശയത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ ദീപക് ചിരിച്ചു. എന്തിനാണെന്നറിയോ? ആത്മജയെ പോലൊരു പാവം പെണ്ണിനെ കിട്ടിയത് കൊണ്ട്. അവൻ സംശയം കണ്ടപ്പോൾ ചിരി മാറ്റി വെച്ച് ജിത്തുവിനോട് പറഞ്ഞു. എൻ്റെ പൊന്നളിയ, അത്ര പാവമൊന്നുമല്ല, വിളഞ്ഞ വിത്ത. ജിത്തു ഉറക്കെ ചിരിയോടെ പറഞ്ഞു. പിന്നെ ചുറ്റും നോക്കി വീണ്ടും ചിരിച്ചു. നല്ലതാ, നിന്റെ ബെസ്റ്റ് ടൈം. അല്ലാതെ പിന്നെ എന്നാ പറയാനാ? ജിത്തുവിൻ്റെ ചിരി കണ്ട് ദീപക്കും ചിരിയോടെ പറഞ്ഞു. ഇരുവരുടെയും ചിരിയിൽ പല അർത്ഥമുണ്ടായിരുന്നു. നിന്റെ എല്ല് സൂക്ഷിച്ചോ. ദീപകിനെ വിട്ടു ജിത്തു റൂമിൽ നിന്നും പുറത്തേക്ക് നടക്കും വഴി പറഞ്ഞു. അവൻ്റെ മനസ്സിൽ അപ്പോൾ പേടി ഉടലെടുത്തു. ആത്മജയ്ക്ക് അവൻ്റെ വേദന കാണുമ്പോൾ തിരിച്ച് വേദന തോന്നും. തനിക്ക് മുന്നേ പരസ്പരം ഹൃദയത്തിൽ അവരുടെ സ്നേഹം പങ്കുവെച്ചതാണ്. അവർ സംസാരിച്ച് പിരിയട്ടെ. അതിനെ തടയുന്നത് തെറ്റാണ്. ജിത്തു റൂമിൽ തുണികൾ മടക്കി വെച്ചു കൊണ്ടിരിക്കുന്ന ആത്മജയെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു. എവിടെയായിരുന്നു വാവ? അച്ഛനെ അന്വേഷിച്ചു. അവൻ്റെ കൈ വയറിലെത്തിയതും ആത്മജ കുറുമ്പോടെ പറഞ്ഞു. ആണോ? അച്ഛയുടെ മുത്തിന് ഉമ്മ. അവൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവളുടെ ചുരിദാറിൻ്റെ ടോപ്പ് മാറ്റി വയറിൽ ചുണ്ടു ചോർത്തു. വാവയ്ക്ക് മാത്രം പോരാ. അവൻ എണീറ്റപ്പോൾ കുസൃതി ചിരിയോടെ പറഞ്ഞു. ഇപ്പോൾ വാവയ്ക്ക് മാത്രമേ ഉള്ളൂ. അവൻ അവളുടെ വയറിൽ ഉമ്മ വെച്ച് തല ഉയർത്തി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ചിരിച്ചു. അയ്യടാ, ഇവിടെ വാടാ തിണ്ടി അച്ഛാ. എനിക്ക് ഇവിടെ ഉമ്മ വേണം, പിന്നെ ഇവിടെയും വേണം. അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അവൾ ഒരു കൈ കൊണ്ട് കവിളിൽ ചുണ്ടിലും തൊട്ടുകൊണ്ട് പറഞ്ഞു. മോളെ, നീ ദീപകിനോട് ഒന്ന് സംസാരിക്കണം. പറ്റുമോ നിനക്ക്? അവനെന്തോ നിന്നോട് പറയാനുണ്ട് പോലും. അവൻ അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് പറഞ്ഞു. അവൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. ഞാൻ എന്ത് പറയാനാ ഏട്ടാ? അവൾ അവനോട് ചോദിച്ചു. അവനിപ്പോൾ പോവാൻ നിൽക്കുക. അവൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ നിങ്ങൾ പിരിഞ്ഞത്. മോള് എന്താണെങ്കിലും അവനെയൊന്ന് കേൾക്ക്. അവളുടെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു.
കേൾക്കാം. അവൾ ബെഡിൽ നിന്നും എണീറ്റു. നല്ല മോള്, അവൻ അവളോട് പറഞ്ഞിട്ട് ബെഡിലേക്ക് കിടന്നു. അവൾ റൂമിൽ നിന്നും നേരെ ഡോർ തുറന്ന് ദീപകിൻ്റെ റൂമിലേക്ക് ചെന്നു. അവൾ ഡോർ മുട്ടി പുറത്തു തന്നെ നിന്നു. ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആത്മജയെ കണ്ടപ്പോൾ ദീപക് ഒന്ന് പതറി. ആത്മജ, കയറി വാ. അവൻ ആദ്യത്തെ പകപ്പ് മാറിയപ്പോൾ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. അവൾ ഒട്ടും മടി കാണിക്കാതെ, എന്നാൽ ഉള്ളിൽ ഏറെ മടിച്ചും കൊണ്ട് അവനൊപ്പം അകത്തേക്ക് കയറി. ദീപു. അവളുടെ വിളിയിൽ തന്നെയുണ്ടായിരുന്നു അവനുള്ള മറുപടി. അവൾ കൂടുതലൊന്നും അവനോട് പറയാൻ ആഗ്രഹിച്ചില്ല. അതവന് മനസ്സിലായി. ആത്മജ, ഞാൻ ഇന്ന് പോകുക. ഒരു ക്ഷമ പറയാൻ തോന്നി. തന്നെ മനസ്സിലാക്കാത്ത ഞാൻ എന്നെ പറ്റിച്ചെന്ന് കരുതി. അവൻ അവളെ നോക്കാതെ പറഞ്ഞു തുടങ്ങി. ദീപു, ഇനി അതിനെപ്പറ്റി കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കണ്ടില്ലേ എൻ്റെ ജീവിതം. എനിക്ക് എൻ്റെ ജിത്തുവേട്ടനെ എന്നേക്കാൾ എൻ്റെ ജീവനേക്കാൾ ഇഷ്ടാ. അതുപോലെ ദീപുവും ഒരാളെ കണ്ടെത്തണം. അവൾ ഏറെ സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ കൈ അടിവയറിൽ എത്തി. അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം ദീപകിൻ്റെ ഉള്ളിൽ ആനന്ദം നിറച്ചു. അതുവരെയുണ്ടായിരുന്ന വിയർപ്പ് മുട്ടൽ അവനിൽ നിന്നും മാഞ്ഞുപോയി. അവൻ്റെ കാർ പോകുന്നത് നോക്കി ചിരിയോടെ ആത്മജ ജിത്തുവിൻ്റെ തോളിൽ ചാഞ്ഞു നിന്നു. ഇന്ദ്രൻ കോടതി വരാന്തയിൽ ആകാംക്ഷയോടെ കാത്തുനിന്നു. ഇന്നാണ് വിഷ്ണുവിൻ്റെ കേസ്. വാദത്തിൻ്റെ അവസാന ദിവസം. അവനെയും കൊണ്ട് പോലീസുകാർ എത്തിയപ്പോൾ ഇന്ദ്രനും അർജുനും കോടതിക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഏറെ നേരത്തെ വാദപ്രതിവാദത്തിനൊടുവിൽ വിഷ്ണുവിൻ്റെ കേസ് വിധി വന്നു. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ വിഷ്ണുവിനെ വെറുതെ വിട്ടുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു. വിഷ്ണു കോടതി മുറിയിൽ ജഡ്ജിയെ നോക്കി കൈകൂപ്പി കരഞ്ഞു. ഇന്ദ്രേട്ട, ഒരുപാട് നന്ദി. ഇന്ദ്രൻ കണ്ടപ്പോൾ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കൊണ്ട് പറഞ്ഞു. അതൊക്കെ പിന്നെ പറയാം. വിഷ്ണു തൻ്റെ മടങ്ങിവരവ് കാത്തു നിൽക്കുന്ന 2 പേർ ഈ ലോകത്തുണ്ട്. അവരുടെ അടുത്തേക്ക് നമുക്ക് പോകണം. ഇന്ദ്രൻ പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചു. ജിത്തുവേട്ട, പറ, ആരാ വരുന്നത്? ജിത്തുവും അമ്മയും അടുക്കളയിൽ തകർത്തു പണിയിലാണ്. അവൻ നേരം വെളുത്തപ്പോൾ മുതൽ ആത്മജയോട് പറയുന്നത് ആരോ വരുന്നുവെന്ന്. അതൊക്കെ ഉണ്ട്. എൻ്റെ മോള് വായ തുറന്നേ. അവൻ അമ്മ മാറിയപ്പോൾ അവളെ എടുത്ത് സ്ലാബിൽ ഇരുത്തി. അവൻ ഒരു കഷ്ണം ആപ്പിൾ എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. അവൾ കഴിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിൽ അവൻ്റെ ചുണ്ട് ചേർത്തു. ചീ, ഈ ഏട്ടൻ. അവൾ അവൻ്റെ തോളിൽ കടിച്ചു. പോടി എൻ്റെ പട്ടിക്കുട്ടി, അവൻ തോളിൽ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. പറ ഏട്ടാ, ആരാ വരുന്നത്? അവൾ അവൻ്റെ തോളിൽ കൈയിട്ട് സംശയത്തോടെ ചോദിച്ചു. അതോ, പറയാം. എനിക്കൊരു സാധനം തരുമോ? അവൻ അവളുടെ ചെവിയിൽ മൃദുവായി ചോദിച്ചു. ഈ ഏട്ടന് ഇതേ ഉള്ളൂ എപ്പോഴും. അവൾ നാണത്തോടെ കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല മോളെ, ഇന്ന് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. ഇപ്പോൾ ഈ ഏട്ടനെ മറക്കരുത്. അവൻ അവളുടെ കൈ മാറ്റിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവസാനിച്ചപ്പോൾ അവനിൽ ഒരു ഗൗരവം കൈവന്നു. എൻ്റെ ഏട്ടനെ മറക്കാനോ? അവൾ അവനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ചോദിച്ചു. അവളുടെ നെഞ്ചിൽ പെട്ടെന്ന് ഒരു പിടപ്പുണ്ടായി. നീ എന്നെ മറന്നു പോവുമെന്ന് നോക്കിക്കോ. അവൻ അവളുടെ നെഞ്ചിലേക്ക് മുഖം പൊയ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഈ ഏട്ടന് വട്ട? അവൾ അവനെ അടർത്തി മാറ്റിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. അതല്ല, എൻ്റെ മോള് എന്താ? ഞാൻ ചോദിച്ചപ്പോൾ എന്താ വിചാരിച്ചേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ഒന്ന് പോയേ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്. അമ്മ വരുന്നത് വരെ അവൻ്റെ കുസൃതി തുടർന്നു. വൈകിട്ടോടെ ജിത്തുവിൻ്റെ വീട്ടിൽ പോർച്ചിൽ ഇന്ദ്രൻ്റെ കാർ വന്നു നിന്നു. മിന്നൂസയെ വാ. ഹോളിലിരുന്ന് TV കാണുന്ന ആത്മജയെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് ജിത്തു വിളിച്ചു. എന്താ ഏട്ടാ? അവൾ ആയാസപ്പെട്ട് എണീറ്റ് നിന്നു. അവൾക്ക് ഉച്ചയായപ്പോൾ മുതൽ വല്ലാത്ത തളർച്ചയാണ്. നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു, അവൻ പറഞ്ഞിട്ട് അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. അവൾ ആകാംക്ഷ ഉള്ളിൽ ഒതുക്കി അവൻ്റെ ഒപ്പം നടന്നു. ഡോർ തുറന്ന് അവനൊപ്പം സിറ്റൗട്ടിൽ എത്തി. ഇന്ദ്രൻ ഡോർ തുറന്നു വരുന്നത് കണ്ടപ്പോൾ ആത്മജ നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. മായേച്ചിയായിരിക്കും, അവളുടെ ഉള്ളിൽ പറഞ്ഞു. ഇന്ദ്രൻ്റെ പുറകെ ഒരാൾ കൂടി വരുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. വിഷ്ണുവേട്ടൻ. അവൾ അവനെ കണ്ടതും സകലതും മറന്നു.
തൻ്റെ അവസ്ഥ മറന്നു. താനൊരു ഗർഭിണിയാണെന്നു പോലും ഒരു നിമിഷം അവൾ മറന്നു. അവൻ്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു. അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവളുടെ തലമുടിയിൽ കൂടി വിഷ്ണുവിൻ്റെ കൈ ഓടി നടന്നു. ഞാൻ ഇങ്ങ് എത്തിയല്ലേ മോളെ, എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ കരയുന്നേ? അവൻ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് ശാസനയോടെ ചോദിച്ചു. ഏട്ടൻ എവിടെയായിരുന്നു? അവൾ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അങ്ങ് ദുബായ് വരെ പോയി. അവൻ അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു ആ സമയം. ഒരിക്കലും ഇതൊന്നും കാണാൻ തനിക്ക് കഴിയുമെന്ന് കരുതിയതല്ല. തൻ്റെ പെങ്ങളെ ഒരു നല്ല മനുഷ്യൻ സ്വന്തമാക്കിയത് കൊണ്ട് കൂടിയാണ് താൻ ഈ ലോകത്ത് ഇപ്പോൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത്. അവരുടെ സ്നേഹം എല്ലാവരും നോക്കി നിന്നു. പിന്നെ അവന് വയറ് നിറയെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആങ്ങളെയും പെങ്ങളെയും വിശേഷങ്ങൾ കെട്ടുകൾ അയച്ചു. രാത്രിയായിട്ടും ഇരുവരും പറഞ്ഞു തീർന്നില്ല. മിന്നൂസേ, ഏട്ടൻ പോയി കിടക്കട്ടെ, ഇനി രാവിലെ സംസാരിക്കാം. ജിത്തേട്ടൻ എവിടെ? അമ്മ പറഞ്ഞിട്ട് ജിത്തുവിനെ തിരക്കി. അളിയൻ കിടന്നു, മോളും പോയി കിടക്ക്, വിഷ്ണു അവളോട് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. സത്യത്തിൽ അപ്പോഴാണ് അവൾ ജിത്തുവിനെ കുറിച്ച് ആലോചിക്കുന്നത് പോലും. അവൾ വേദനയോടെ തൻ്റെ പ്രാണന്റെ അടുത്തേക്ക് ഓടി. അവൾ ചെല്ലുമ്പോൾ ബെഡിൽ ചുമ്മാ കൈ പിണഞ്ഞു കണ്ണിൽ മൂക്കിലും വെച്ച് കിടക്കുകയാണ് ജിത്തു. ഏട്ടാ! അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു കൊഞ്ചലോടെ വിളിച്ചു. വന്നോ എൻ്റെ കുട്ടി? അവൻ അവളെ വാരി പുണർന്നുകൊണ്ട് ചിരിയോടെ ചോദിച്ചു. സോറി, അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു കൊണ്ട് പറഞ്ഞു. എന്നെ മറന്നതിൽ ഞാൻ എൻ്റെ കുട്ടിയെ ഇപ്പോൾ ശിക്ഷിക്കാൻ പോകുക. അവൻ അവളെ അവൻ്റെ കരവലയത്തിലാക്കി കൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ തെരൂറും ചുണ്ടിൽ എത്താൻ അധികം സമയം വേണ്ടി വന്നില്ല. വേദനിപ്പിക്കാതെ അവൻ സൂക്ഷിച്ച് അവളിലേക്ക് അവൻ്റെ പ്രണയം ചൊരിഞ്ഞു.